ലക്ഷ്മി നക്ഷത്രം വരാൻ പോവാണ് നമ്മുടെ ബിഗ് ബോസ് 8ന്റെ അടുത്ത പ്രൊമോയുമായിട്ട്. എന്താ സംഭവം അറിഞ്ഞോ നിങ്ങള്? മാത്രമല്ല നമ്മുടെ കോമണേഴ്സ് മൊത്തം 15 പേരാണ് വരാൻ പോകുന്നത് ബിഗ് ബോസ് അഗ്നി പരീക്ഷയില്. കോമണേഴ്സിനൊക്കെ കോളുകൾ പോയി തുടങ്ങി. കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് കോൾ വന്നു, നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു, നമ്മുടെ വീഡിയോ കോൾ കഴിഞ്ഞു, അടുത്തെപ്പോ വിളിക്കുന്നത്, അടുത്തെപ്പോഴായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്? അടുത്ത് വിളിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ വിളിച്ചവരും വിളിക്കാത്തവരൊക്കെ അവിടെ നിൽക്കട്ടെ. കോമണേഴ്സിന്റെ 2 എണ്ണം കഴിഞ്ഞല്ലോ ഓഡീഷൻ. നമ്മുടെ ലാലേട്ടൻ വന്ന് ഒരെണ്ണം പറഞ്ഞു, അടുത്ത് അനീഷ് വന്ന് മൈജിയിൽ ഒരെണ്ണം പറഞ്ഞു. തീർന്നിട്ടില്ല, വരുന്നു കോമണേഴ്സ് ഓഡീഷൻ 3. അതെ, വീണ്ടും വരാൻ പോവാണ് എന്റെ പൊന്നെ. അതാ ഞാൻ പറഞ്ഞത്, 15 പേർക്കാണ് ഇത്തവണ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അഗ്നി പരീക്ഷയിൽ. അതോടൊപ്പം നമ്മുടെ ലക്ഷ്മി നക്ഷത്രം. എന്താണ് സംഭവം എന്ന് അറിയണ്ടേ? പറയാം. ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റുകളോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കോമണേഴ്സിന് കുറേ പേർക്ക് ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സെക്കൻഡ് റൗണ്ടിന് എപ്പോൾ വിളിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം. എല്ലാവരുടെ അടുത്തും കൂടി ആയിട്ട് ഞാൻ പറയുകയാണ്, കോമണേഴ്സിന്റെ കോൾ വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഉടനെ അവർ വിളിച്ചോ നിങ്ങൾ സെലക്റ്റഡ് ആണ് എന്ന് അതിനർത്ഥമല്ല. നിങ്ങളെ കുറച്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഒരു 10-20 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യ്. നിങ്ങളെ ഏത് നമ്പറിൽ നിന്നാണോ ഓഡീഷന് വേണ്ടി കോൺടാക്ട് ചെയ്തത്, നിങ്ങൾ സെലക്ട് ആണെങ്കിൽ മാത്രം അവർ വിളിച്ച് നിങ്ങൾ അറിയിക്കും നിങ്ങൾ സെലക്റ്റഡ് ആണ് അടുത്ത റൗണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണ എല്ലാ ബിഗ് ബോസുകളിലും എല്ലാ നമ്മുടെ മലയാളം സീസണുകളിലും അങ്ങനെയാണ് നടക്കുന്നത്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ, അത്രേ പറയാനുള്ളൂ. പക്ഷേ ഇതുവരെയും കോമണേഴ്സെ നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും കഴിയുമോ എനിക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവരുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, അറിയാൻ കഴിയുന്നത് വീണ്ടും കോമണേഴ്സ് പ്രൊമോ വരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ കോമണേഴ്സ് പ്രൊമോ ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ഒരു പ്രൊമോ ആയിട്ട് വന്നത് നമ്മുടെ ലാലേട്ടനാണല്ലേ. എന്നിട്ട് വന്ന് അതിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ലാലേട്ടൻ വന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് ഡേറ്റും പറഞ്ഞു തന്നു. ജൂൺ 15-ാം തീയതി വരെയാണ്, 16-ാം തീയതി വരെയാണെന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് അടുത്ത് 15-16 ആയപ്പോൾ നമ്മുടെ അനീഷ് മൈജിയുടെ പ്രൊമോ ആയിട്ട് വന്നു. 24-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു, മൈജിയുടെ ഒരു വെബ്സൈറ്റുമായിട്ട്. ഇപ്പൊ കേൾക്കുന്ന ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര പുതിയ ഒരു പ്രൊമോ ആയിട്ട് വരുവാണെന്നൊരു സാധനം കേൾക്കുന്നുണ്ട്. കോമണേഴ്സ് പ്രൊമോ ആയിട്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല, കേൾക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. കാരണം ഇത് എന്തോ ഒരു വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഏതോ ഒരു ജ്വല്ലറിയുടെ പ്രൊമോഷനുമായിട്ട് ബേസ് ചെയ്തിട്ടെന്നാണ് എനിക്ക് പറയുന്നത്. അങ്ങനെ കേൾക്കുന്നുണ്ട്. വൈറ്റ് ഗോൾഡിൻ്റെ അതെ ലക്ഷ്മി നക്ഷത്രയാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ബ്രാൻഡ് അംബാസിഡർ. അപ്പം ലക്ഷ്മി നക്ഷത്ര തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു പ്രൊമോ വരുന്നുണ്ടെങ്കിൽ സാധ്യത. അപ്പൊ എന്താ ഇപ്പൊ വൈറ്റ് ഗോൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ തവണ റീഗൽ ജുവലേഴ്സ് വന്നില്ലേ, ഓർമ്മയുണ്ടായിരുന്നു? വീടിനകത്ത് ഒരു നെക്ലസ് ഒക്കെ വെച്ചിട്ട് അവസാനം വരാൻ അടിച്ചെടുക്കാനുള്ള യുദ്ധങ്ങളൊക്കെ. അപ്പൊ അതുപോലെ ഇത്തവണ നമ്മുടെ ഈ വൈറ്റ് ഗോൾഡിന്റെ കേസ് സത്യമാണെങ്കിൽ നമ്മുടെ ഒരു സ്പോൺസർ തന്നെ ആയിരിക്കും ഈ പറയുന്ന പോലെ വൈറ്റ് ഗോൾഡും. അപ്പൊ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ലക്ഷ്മി നക്ഷത്രമാണ്. അപ്പൊ ലക്ഷ്മി നക്ഷത്ര ആയിരിക്കാം പ്രൊമോയിൽ വരാനായിട്ടുള്ള സാധ്യത. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ, അങ്ങനെ ഒരു പ്രൊമോ വരാനുണ്ടെങ്കിൽ വൈകാതെ തന്നെ വരും. കാരണം ഇനി സമയമല്ല, ബിഗ് ബോസ് അഗ്നി പരീക്ഷയൊക്കെ അവർക്ക് അടുത്ത മാസം തുടങ്ങാനുള്ളതാണ്. ഇനിയാണ് ആ 15 കോമണേഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ലാലേട്ടൻ വന്ന് ആദ്യം ഒരു പ്രൊമോ പറഞ്ഞു, അടുത്ത് കോമണേഴ്സിനെ കുറച്ച് പേരെ വിളിച്ചു, അടുത്ത് അനീഷ് വന്ന് കുറച്ച് പേരെ വിളിച്ചു, അത് മൈജിയുടെ ഭാഗമായിട്ട്. അടുത്തിപ്പോൾ ലക്ഷ്മി നക്ഷത്രയും കൂടി വരികയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, അങ്ങനെ വരികയാണെങ്കിൽ ഏഷ്യാനെറ്റ് ആണ് ആദ്യം, അതായത് നമ്മുടെ ചാനൽ നടത്തുന്നതാണ് ലാലേട്ടനെ കൊണ്ട് നടത്തിയ ആദ്യത്തെ ഓഡിഷൻ. അപ്പോൾ ആ ചാനൽ ഒരു 5 പേരെ സെലക്ട് ചെയ്യുമായിരിക്കും. അതായത് ഇതിൻ്റെ ഓരോരുത്തരുടെ ഇന്റർവ്യൂ പാനൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ചാനൽ തന്നെ നമ്മുടെ നോർമൽ ആർട്ടിസ്റ്റുകളെയും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ആരാണോ ഈ പറയുന്ന കണക്ക് ഓഡീഷൻ ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും മിക്കവാറും ഈ പറയുന്ന ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോയിൽ അപ്ലൈ ചെയ്തവരെ വിളിക്കുന്നത് അവരായിരിക്കും. അടുത്ത് രണ്ടാമത് അനീഷ് വന്ന് മൈജിയുടെ പറഞ്ഞില്ലേ, മൈജിയുടെ നിങ്ങൾ അപ്ലൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഒരു പക്ഷേ 5 പേരെ എടുക്കുമായിരിക്കും. ആ മൈജിയിൽ നിന്ന് അപ്ലൈ ചെയ്തവർ 5 പേരെ എടുക്കുമായിരിക്കും. അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഏജൻസി ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ വേറെ പല ബിഗ് ബോസുകളിലും അങ്ങനെയാണ്. വേറെ ബിഗ് ബോസുകളിലൊക്കെ ഇതെല്ലാം ബിഗ് ബോസിന്റെ ആൾക്കാരല്ല ഇരുന്ന് വേറെ ഏജൻസിയൊക്കെ സെലക്ട് ചെയ്ത് അതിനകത്ത് ഓഡീഷൻ പാനലൊക്കെ ഇരുന്ന് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ 5 പേരെ മൈജിയുടെ ഭാഗത്തു നിന്നും വരും. ഇനി വൈറ്റ് ഗോൾഡിന്റെ പ്രൊമോ വരാനിരിക്കുകയാണെങ്കിൽ, അതായത് ലക്ഷ്മി നക്ഷത്രം അവതരിപ്പിക്കുന്ന ആ പ്രൊമോ വരാനിരിക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, ഒരു 5 പേരെയും കൂടി വേറൊരു ഏജൻസി അല്ലെങ്കിൽ ആ വൈറ്റ് ഗോൾഡിന്റെ ആൾക്കാർ സെലക്ട് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ 5, 15. ഞാൻ 15 എന്ന് എടുത്തു പറയാൻ കാരണം നമ്മുടെ തെലുങ്ക് പരീക്ഷയിൽ 15 പേരല്ലായിരുന്നോ അല്ലേ?
അതിൽ നിന്നല്ലേ 6 പേരെ സെലക്ട് ചെയ്ത ഒരു മെയിൻ സീസണിനകത്തോട്ട് കയറ്റിവിട്ടത്. 3 പേരെ വോട്ടുകൾ കൂടുതലുള്ള 3 പേരെ കയറ്റിവിട്ടു. അതുപോലെ ജഡ്ജസിന്റെ അഭിപ്രായത്തിലുള്ള 3 പേരെ കയറ്റിവിട്ടു. ലക്ഷ്മി നക്ഷത്ര ആങ്കർ ആയിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും ഇവിടെ? നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് ആങ്കർ ആണ്, ജഡ്ജല്ല ആങ്കർ. ജഡ്ജായിട്ട് ബിഗ് ബോസ് താരങ്ങൾ ആരെങ്കിലും ഒക്കെ വരത്തുള്ളൂ എന്ന് തന്നെ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം ജഡ്ജായിട്ട്. പക്ഷെ ആങ്കറായിട്ട് ലക്ഷ്മി നക്ഷത്ര വന്നാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും മസ്റ്റായിട്ട് താഴെ പറയുക. ലക്ഷ്മി നക്ഷത്ര ബിഗ് ബോസിലോ കാണാൻ പറ്റുന്നില്ല. ബിഗ് ബോസിന്റെ ഒരു പ്രൊമോയിലെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ. പലരും ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്, പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് ഗ്രൂപ്പുകൾ, ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്, ഇതിലെല്ലാം ഇങ്ങനെ കിടന്ന് വ്യാപിച്ച് പിടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഒരു പ്രൊമോ ഉണ്ടെങ്കിൽ വൈകാതെ തന്നെ വരും. അതിനും ചിലപ്പോൾ കുറച്ച് ദിവസം ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്തവർ നോക്കിയിരിക്കുക. അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ ഉടനെ വരും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അഗ്നിപരീക്ഷ ഉടനെ തുടങ്ങട്ടെ അല്ലേ? നമുക്ക് പൂരം തുടങ്ങാൻ സമയമായി. പൂരം കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ് മക്കളെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും നിങ്ങൾ മറക്കാതെ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ബൈ.